എടുത്ത് കൈ നോക്കണോ? ഞാൻ ഭാവി പറയാം. ആൽമരത്തിലെ നാണിയുടെ പ്രേതം എന്റെ അടുത്തേക്ക് വന്നു. എന്നോട് എന്റെ കൈ കാണിക്കാൻ പറഞ്ഞു. കൈ നോക്കാനുണ്ടോ എന്ന ആ ചോദ്യത്തിലാണ് നാണി മുത്തശ്ശിയെ എല്ലാവരും ആദ്യമായി കാണുന്നത്. എപ്പോഴും ആൽമരത്തിന് താഴെ മാത്രമായിരുന്നു നാണി മുത്തശ്ശി ഇരിക്കാറുണ്ടായിരുന്നത്. എല്ലാവരുടെയും കൈകൾ നോക്കി ഭാവിയും വർത്തമാനവും കഴിഞ്ഞ കാലവും പറയുന്ന ഒരു സ്ത്രീയായിരുന്നു നാണി മുത്തശ്ശി. വളരെയധികം പ്രായമുള്ള ഒരു പടുവൃദ്ധയായിരുന്നു ആ നാണി മുത്തശ്ശി. എന്നാൽ നാണി മുത്തശ്ശിയുടെ ഫലങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും നാണി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് കൈരേഖ നോക്കാൻ ഭയമായി തുടങ്ങി. അതുകൊണ്ട് ആരും നാണി മുത്തശ്ശിയെ തിരഞ്ഞ് അങ്ങോട്ട് പോവാറില്ല. അതിനുശേഷം നാണി മുത്തശ്ശിയുടെ അടുത്തേക്ക് ആര് വന്നാലും നാണി മുത്തശ്ശി കൈ കാണിക്കൂ എന്ന ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു. അങ്ങനെ നാണി മുത്തശ്ശിയുടെ ഒരു വിചിത്രമായ കഥയിലേക്ക് പോകാം. എന്നാൽ ആരും തന്നെ നാണി മുത്തശ്ശിക്ക് കൈ കൊടുക്കാറില്ല. പക്ഷേ അതിനു പകരം ഭക്ഷണവും വസ്ത്രങ്ങളും അതുപോലെ പണവുമെല്ലാം എല്ലാവരും നൽകാറുണ്ട്. എന്നാൽ നാണി മുത്തശ്ശിക്ക് അത് മാത്രം ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം താൻ ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങുക എന്ന ഒരു ഉദ്ദേശം മാത്രമായിരുന്നു നാണി മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാണി മുത്തശ്ശി വെറുതെ കിട്ടുന്ന ഒരു പണവും ആരുടെ കയ്യിൽ നിന്നും വാങ്ങാറില്ല. അതുപോലെ തന്നെയായിരുന്നു വസ്ത്രവും ഭക്ഷണവും എല്ലാം തന്നെ. തനിക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്നും താൻ തന്നെ സ്വയം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു ശീലമായിരുന്നു നാണി മുത്തശ്ശിക്ക്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളിൽ മുതിർന്നവർ മുതൽ താഴെ കുട്ടികൾ വരെ എല്ലാവരും വിളിച്ചിരുന്നത് ആൽമരത്തിലെ നാണി എന്നായിരുന്നു. കാരണം ആ സ്ത്രീയുടെ കിടപ്പും വാസവും എല്ലാം ആ ഒരു ആൽമരത്തിന്റെ തണലിലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ആരും നാണി മുത്തശ്ശിയുടെ അടുത്തേക്ക് കൈരേഖ ഫലം നോക്കാൻ വരാതെയായി. ആരും നാണി മുത്തശ്ശിയെ തിരഞ്ഞ് വരാതായ സമയത്ത് നാണി മുത്തശ്ശി എല്ലാവരെയും തിരഞ്ഞ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. എല്ലാവരുടെയും വീടുകൾ തോറും കയറി കയറി നടന്ന് കൈ നോക്കാനുണ്ടോ എന്ന ഒരു ചോദ്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇനി ആരെങ്കിലും വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ അവരോട് കൈ കാണിക്കൂ എന്ന ഒരു ചോദ്യവും ചോദിക്കും. എന്നാൽ ആരും തന്നെ നാണി മുത്തശ്ശിക്ക് നേരെ കൈ കാണിക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. കാരണം നാണി മുത്തശ്ശി പറയുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടക്കുമായിരുന്നു എന്നതായിരുന്നു എല്ലാവരുടെയും പേടി സ്വപ്നം. ഈ നാണി മുത്തശ്ശി വളരെ കാലമായി ആ ഒരു ആൽമരത്തിൽ വസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതൊരു പഴയ കാലത്തെ കഥയാണ്. ഇതൊരു ഫോളോവറുടെ അനുഭവമൊന്നുമല്ല. നമ്മുടെ പഴമയുടെ മുത്തശ്ശി കഥകളിൽ അല്ലെങ്കിൽ നാടോടി കഥകളിൽ വളരെ അടുത്തറിഞ്ഞ ഒരു കഥയാണിത്. ആ ഒരു കഥ കുറച്ചുകൂടെ വിശദീകരിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ വർഷങ്ങളായി ആ ഒരു ഗ്രാമത്തിൽ എവിടെ നിന്നോ ചെന്ന് എത്തിയതാണ് നാണി മുത്തശ്ശി. നാണി മുത്തശ്ശിക്ക് കുടുംബം എന്ന് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നാണി മുത്തശ്ശിയുടെ കുടുംബം എന്നത് ആ ഗ്രാമത്തിലെ ജനങ്ങളായിരുന്നു. അങ്ങനെ കുറച്ചു കാലങ്ങൾ കൂടി കടന്നു പോയപ്പോൾ നാണി മുത്തശ്ശിയുടെ ഈ അപാര കഴിവ് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ഒരു ധനികനായ അവിടുത്തെ ഒരു ജന്മി അറിയുകയുണ്ടായി. എന്നാൽ എൻ്റെ ഭാവി ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ കരുതി അദ്ദേഹം ധിക്കരിച്ച വാക്കുകളോടെ അങ്ങോട്ട് നാണി മുത്തശ്ശിയുടെ അടുത്തേക്കെത്തി. എന്നാൽ വളരെ കാലങ്ങളായി ഒരു മനുഷ്യന്റെ കൈ നോക്കാനായി വെമ്പി നിൽക്കുന്ന നാണി മുത്തശ്ശി ആ ഒരു ഫലം ഏറ്റെടുത്തു. അങ്ങനെ ആ ജന്മിയോട് ഏകദേശം ആ ഒരു 2-3 ഗ്രാമങ്ങൾ ഒരുമിച്ച് വാഴുന്ന ഈ ജന്മിയോട് തുറന്ന് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ ഒരു ക്രൂരനായ വ്യക്തിയാണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ കൊല ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഉടനെ തന്നെ ദുർമരണം കാത്തിരിക്കുന്നു എന്നാണ് നാണി മുത്തശ്ശി അവരോട് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ തന്നെ ദേഷ്യം വന്ന ആ ഒരു ജന്മി കയ്യിലിരുന്ന ഒരു കത്തി കൊണ്ട് ആ നാണി മുത്തശ്ശിയുടെ വയറ്റിൽ ആഞ്ഞൊരു കുത്തു കൊടുത്തു. രക്തം തളം കെട്ടി ഒഴുകാൻ തുടങ്ങി. ജീവന് വേണ്ടി ആ ആൽമരത്തിന് താഴെ പിടഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്ത് നാട്ടുകാരിൽ പലരും നാണി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ എല്ലാവരോടുമായി
ഒരു കാര്യം ആ ഒരു ജന്മി പറഞ്ഞു. ആരും ഈ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടുപോകരുത്. ആരെങ്കിലും ഈ സ്ത്രീയുടെ ശരീരത്തിൽ തൊടുകയോ ഈ സ്ത്രീക്ക് ജലപാനം കൊടുക്കുകയോ ചെയ്താൽ അവരും ഈ നാട്ടിൽ നിന്നും പോവേണ്ടതാണ് എന്ന ഒരു രാജശാസനം പോലെ അവിടെ പറഞ്ഞ് ആ ജന്മി തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ ഒരു നാണി മുത്തശ്ശിയുടെ ജീവൻ നിലച്ച പോലെ പിന്നീട് ആ സ്ത്രീയുടെ അനക്കമൊന്നും കേട്ടിരുന്നില്ല. അങ്ങനെ എല്ലാവരും മരിച്ചു എന്ന വിശ്വാസത്തിൽ അവിടെ നിന്നും മടങ്ങാനൊരുങ്ങുമ്പോഴായിരുന്നു പെട്ടെന്ന് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ആ ഒരു സ്ത്രീ, അതായത് ആ ഒരു മുത്തശ്ശി അവിടെ നിന്നും കരയുന്നത് കേട്ടത്. എന്നാൽ ആർക്കും തന്നെ യജമാനന്റെ വാക്കുകൾ ധിക്കരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അദ്ദേഹത്തെ പേടിയായിരുന്നു. അവരെന്തെങ്കിലും ചെയ്താൽ അവിടെ നിന്നും ഈ ഗ്രാമത്തിൽ നിന്നും ഒരു വിലക്കും എന്ന ഒരു പേടിയുണ്ട്. ആരും തന്നെ ആ മുത്തശ്ശിക്ക് ജലപാനം നൽകിയില്ല. കണ്ടുനിന്ന ഗ്രാമക്കാരെ മൊത്തത്തിൽ ഒരു തവണ കണ്ണ് മിഴിച്ചു നോക്കി ആ ഒരു നാണി മുത്തശ്ശി ആ ആൽമരത്തിന് താഴെ അതിൻ്റെ ജീവൻ അവസാനിപ്പിച്ചു. ഇതാണ് ഒരു യഥാർത്ഥ കഥ. എന്നാൽ അതിനുശേഷം ആ ഗ്രാമത്തിലുണ്ടായ ചില വിചിത്രമായ കാര്യങ്ങൾ, അതായത് ഈ നാണി മുത്തശ്ശിയുടെ പ്രേതാത്മാവ് പിന്നീട് ആ ഗ്രാമത്തിലുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം കേട്ടാൽ കുറേ വിചിത്രമാണ്. അതിൽ ഓരോന്നായി നമുക്കിവിടെ പറയാം. അടുത്ത ദിവസം രാത്രി മുതലായിരുന്നു ആ ആൽമരത്തിന് താഴെയായി ഒരു പ്രത്യേക സമയത്തിൽ ഒരു ചുവന്ന വെളിച്ചം തെളിയാൻ തുടങ്ങിയത്. അത് ഒരു ലൈറ്റോ അല്ലെങ്കിൽ ഒരു വിളക്കോ ഒന്നുമായിരുന്നില്ല. താനെ ആൽമരത്തിന്റെ ചുവടെയായി ഒരു ചുവന്ന പ്രകാശം തെളിയുമായിരുന്നു. ഗ്രാമക്കാരിൽ പലരും ആ ഒരു പ്രകാശം കണ്ട് അങ്ങോട്ടെത്തി. എന്നാൽ ആർക്കും തന്നെ ആ പ്രകാശം എന്താണെന്നോ എവിടെ നിന്നാണെന്നോ കാണാൻ സാധിച്ചില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു ഗ്രാമത്തിലെ മുതിർന്ന ഒരാൾ പറഞ്ഞത് ഇത് നാണി മുത്തശ്ശിയുടെ പ്രേതാത്മാവാണെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും പേടിച്ചു. എന്നാൽ ആർക്കും തന്നെ ഈ നാണി മുത്തശ്ശിയുടെ ആത്മാവിനെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അടുത്ത ദിവസം മുതൽ ഒരു സ്ത്രീയെ പലയിടങ്ങളിലായി ആ ഗ്രാമത്തിലെ ആൾക്കാർ കാണാൻ തുടങ്ങി. ഒരു വൃദ്ധയായ സ്ത്രീ. എന്നാൽ ആ സ്ത്രീ നാണി മുത്തശ്ശിയെ പോലെ ആയിരുന്നില്ല. ആ ഒരു വൃദ്ധ നാണി മുത്തശ്ശിയിൽ നിന്നും അല്പം വ്യത്യസ്തതയുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം ആർക്കും വന്നില്ല. എന്നാൽ ഈ സ്ത്രീക്ക് മുന്നിൽ ആരെങ്കിലും തനിച്ചു വരികയാണെങ്കിൽ ഈ സ്ത്രീ കൈ മുന്നോട്ട് നീട്ടി കൈ കാണിക്കുമോ എന്ന് ചോദിക്കുമായിരുന്നു. ഈ ഒരു ചോദ്യം പതിവായതോടെ ഗ്രാമത്തിൽ ഈ ഒരു മുത്തശ്ശിയെ കാണുന്നതായി പലരും പലരോടും പറയുകയുണ്ടായി. അങ്ങനെയാണ് എല്ലാവരും അത് നാണി മുത്തശ്ശിയുടെ പ്രേതാത്മാവാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയത്. പിന്നീടൊരിക്കൽ ആ മുത്തശ്ശിയെ കാണാൻ വേണ്ടി മാത്രം പലരും കാത്തിരുന്ന സമയത്ത് അവരുടെ മുന്നിലേക്കൊന്നും ഈ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടില്ല. എന്നാൽ അതിനുശേഷമാണ് സംഭവങ്ങൾ നടക്കുന്നത്. ഏതൊരു പ്രേതാത്മാവും 40 ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ പൈശാചിക ശക്തിയുമായി കൂടിച്ചേരും. മരണപ്പെട്ടതിന് 40 ദിവസം ആരെയും ഒന്നും ഉപദ്രവിക്കില്ല. എന്നാൽ 40 ദിവസത്തിന് ശേഷം ആ ഒരു ആത്മാവിന് മോക്ഷം ലഭിച്ചില്ലെങ്കിൽ ആ ആത്മാവ് പൈശാചിക ശക്തിയുമായി കൂടിക്കലർന്ന് ആരാണോ തൻ്റെ മരണത്തിന് കാരണമായത് അവരെ വകവരുത്തിയേ തീരുമായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു അന്നത്തെ രാത്രി ആൽമരത്തിൻ്റെ ചുവടിൽ നിന്നും ഒരു സ്ത്രീയുടെ ശരീരം അവിടെ നിന്നും താനെ ഉത്ഭവിച്ചത്. അതിൻ്റെ രൂപം നാണി മുത്തശ്ശിയെ പോലെയായിരുന്നു. അതിന് വികൃതമായ രൂപം വളരെ വിചിത്രമായിരുന്നു. ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും നോക്കാൻ അറയ്ക്കുന്ന ഒരു രൂപമായിരുന്നു ആ ഒരു സ്ത്രീക്ക്. ഈ ഒരു രൂപത്തെ പിന്നീട് ഗ്രാമത്തിലെ പല വീടുകളുടെ മുന്നിലും കണ്ടു. ഈ വീടുകളുടെ മുന്നിൽ ഈ സ്ത്രീ വരുന്നത് കണ്ട് പിന്നീട് ഗ്രാമവാസികൾ രാത്രി 10 മണിക്ക് ശേഷം ആരും പുറത്തേക്ക് ഇറങ്ങാതെയായി. എന്നാൽ നാണി മുത്തശ്ശിയുടെ ഉദ്ദേശം എന്നത് ആ ജന്മിയുടെ കുടുംബത്തിലെ എല്ലാ അനന്തരാവകാശികളെയും വധിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി ആ ഒരു നാണി മുത്തശ്ശി അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അങ്ങനെ ആ ജന്മി പരമ്പരയിലെ ഓരോ ആൺതരികളെയും ആ ഒരു മുത്തശ്ശി വധിക്കാൻ തുടങ്ങി. അതും വളരെ ക്രൂരമായി തന്നെ. എന്നാൽ ആ ഒരു ജന്മി പരമ്പരയിലെ എല്ലാവരെയും വകവരുത്തിയതിനു ശേഷവും നാണി മുത്തശ്ശിക്ക് പക അടങ്ങിയില്ല. നാണി മുത്തശ്ശി പിന്നീട് ഗ്രാമത്തിലെ ഓരോ വീടുകളിലായി ചെന്ന് ഓരോരുത്തരുടായി കൈ കാണിക്കൂ എന്ന് പറയുമായിരുന്നു. ആരെങ്കിലും ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവർ 3 ദിവസത്തിനുള്ളിൽ മരണപ്പെടുമായിരുന്നു. അങ്ങനെയായിരുന്നു നാണി മുത്തശ്ശിയുടെ കഥ ആ ഒരു ഗ്രാമത്തിൽ മുഴുവൻ ഒരു കാട്ടുതീ പോലെ പടർന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഗ്രാമത്തിൽ നിന്നും ഈ കഥ കേട്ട് കുറച്ച് മാധ്യമ പ്രവർത്തകർ അങ്ങോട്ട് എത്തുന്നത്.
അവർക്ക് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എഴുതണമായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു ഗ്രാമത്തിലേക്ക് ചില മാധ്യമ പ്രവർത്തകർ എത്തിയത്. അങ്ങനെ അവർ അന്നത്തെ ദിവസം ആ രാത്രി ആ ഒരു ആൽമരത്തിന് താഴെയായി സ്ഥിതി ചെയ്തു. അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ച് എഴുതി അടുത്ത ദിവസം ഏതെങ്കിലും ലേഖനങ്ങളിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ നൽകാമെന്നായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം രാത്രി അവർ ഉറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് പുറമെ നിന്നും ഒരു സ്ത്രീ കൈ കാണിക്കൂ എന്ന ഒരു ചോദ്യവുമായി എത്തിയത്. ആ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ പുറത്തേക്കിറങ്ങി തൻ്റെ കൈ ആ സ്ത്രീക്ക് നേരെ കാണിച്ചു. എന്നാൽ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു പ്രേതാത്മാവ് ഇവിടെ വസിക്കുന്നു എന്നത് അറിയാമായിരുന്നു. എന്നാൽ ആ ഒരു പ്രേതാത്മാവ് തൻ്റെ മുന്നിലേക്ക് വന്ന് എന്തൊക്കെയാണ് ചെയ്യുക എന്നത് മാത്രം അവർക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ ആ മാധ്യമ പ്രവർത്തകന് നേരെ ആ ആൽമരവള്ളികൾ പടർന്ന് അദ്ദേഹത്തെ ചുറ്റിപ്പിടിച്ച് അതിക്രൂരമായി കൊല ചെയ്ത കാഴ്ചയായിരുന്നു, അല്ലെങ്കിൽ ശവശരീരമായിരുന്നു അടുത്ത ദിവസം ജനങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ ചില സമയങ്ങളിൽ മണ്ണിൽ നിന്നും രക്തം പൊടിയുക, ആൽമരത്തിലെ പ്രകാശത്തിന്റെ കളറ് മാറുക, അതുപോലെ ഗർഭിണികളുടെ ഗർഭം നിരന്തരമായി അലസുക, അങ്ങനെയുള്ള ഒരുപാട് പതിവ് കാഴ്ചകൾ ആ ഒരു ഗ്രാമത്തിൽ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വർഷങ്ങളോളം ഈ ഒരു കാര്യം നീണ്ടു തുടങ്ങിയപ്പോഴാണ് ദൂരദേശത്ത് നിന്നും ഒരു മന്ത്രവാദി ആ വഴിയെ വന്നത്. ആ വഴിയെ വന്ന സമയത്ത് ആ ഗ്രാമവാസികൾ എല്ലാവരും ആ മന്ത്രവാദിയോടായി ഈ ഒരു അപേക്ഷ സമർപ്പിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തെ എങ്ങനെയെങ്കിലും ഈ നാണിമുത്തശ്ശിയിൽ നിന്നും രക്ഷിക്കണം എന്നൊക്കെ. അങ്ങനെ കൊടും മന്ത്രവാദങ്ങൾക്കും കൊടും ആവാഹനങ്ങൾക്കും ഒടുവിൽ നാണിമുത്തശ്ശിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ആ ആത്മാവിനെ ആ ഗ്രാമത്തിൽ നിന്നും മോക്ഷമാക്കി. എന്നാൽ ആ ഒരു നാണിമുത്തശ്ശിയെ ഒരു ആണിയിൽ ആവാഹിച്ച് ആ നാണിമുത്തശ്ശിയിരുന്ന ആ ആൽമരത്തിൽ തന്നെ തറച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഗ്രാമവികസനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഈ ആൽമരം അവിടെ മുറിക്കുകയുണ്ടായി. ആ സമയത്ത് ആർക്കും തന്നെ ഈ കാര്യങ്ങളൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. പിന്നീട് പല ഭാഗങ്ങളിലും ഒരു പഴകിയ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ പലരും കണ്ടതായി പറയുന്നു. കാലങ്ങളുടെ നീക്കുപോക്കുകളിൽ നമ്മൾ പാരമ്പര്യം മറന്നു പോകുന്നു. അന്നത്തെ ചിട്ടയും അനുഷ്ഠാനങ്ങളും മറന്നു പോകുന്നു. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ശക്തികൾ ഉണ്ടെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ മുന്നിൽ അതിന് ചില ഉദാഹരണങ്ങളുമുണ്ട്. എന്നിട്ടും നമ്മളാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴാണോ നമ്മൾ നേരിട്ട് ഇതെല്ലാം അനുഭവിക്കുന്നത് അന്ന് നമ്മൾ ഇതും വിശ്വസിക്കും. അതുവരെ ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.